എൻ്റെ ദൈവമേ, ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടിട്ട് അത് റിവ്യൂ വരെ ഇത്രയും താമസമായത് അതിൻ്റെ ഒരു തരിപ്പ് എൻ്റെ മൈൻഡിൽ വന്ന് കിടക്കുന്നത് കൊണ്ടാണ് ആ റിവ്യൂ വരാൻ ഇത്ര താമസമായത്. സിനിമയുടെ പേര് ചാവ. ചാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മറാത്തി വേർഡാണ്. മറാത്തി വേർഡിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷാഡോ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്നാണ്. അതായത് നമ്മുടെ ഛത്രപതി ശിവജി മഹാരാജ്, അദ്ദേഹം മറാഠ സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ രാജാവാണ്. അദ്ദേഹത്തിൻ്റെ മകനായ ഛത്രപതി സാംബാജി മഹാരാജ്, അദ്ദേഹത്തെയാണ് ചാവ എന്ന് റെഫർ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഡോ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്നുള്ളതാണ്. അതായത് ഛത്രപതി ശിവജി മഹാരാജിൻ്റെ ഒരു കറക്റ്റ് അദ്ദേഹത്തിൻ്റെ ധീരത, അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തി, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി, അദ്ദേഹത്തിൻ്റെ നിഴൽ പോലെ അദ്ദേഹത്തിൻ്റെ മകനായ ഛത്രപതി ശാംബാജി മഹാരാജിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ചാവ എന്നുള്ള പേര് വന്നിരിക്കുന്നത്. നമുക്ക് സിംഹക്കുട്ടി, അതായത് ഒരു സിംഹത്തിൻ്റെ മകൻ തന്നെയാണ് നമ്മളുടെ ഛത്രപതി സാംബാജി മഹാരാജ്. അതെ, അദ്ദേഹത്തിൻ്റെ പിതാവായ ഛത്രപതി ശിവജി മഹാരാജാവിൻ്റെ ഒരു എക്സാക്റ്റ് നിഴൽ പോലെയുള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പുത്രൻ. അങ്ങനെയാണ് ചാവ എന്നുള്ള പേര് വന്നത്. അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ലെഗസി, ഛത്രപതി ശിവജിയുടെ ലെഗസി അദ്ദേഹത്തിൻ്റെ മകന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ചാവ എന്നുള്ള ഇത് വന്നിരിക്കുന്നത്. അപ്പം ചാവ എന്ന് പറഞ്ഞ ടൈറ്റിൽ കഥാപാത്രം, അതായത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രമായി ഛത്രപതി ശിവജി മഹാരാജിൻ്റെ മകനായ ഛത്രപതി സാംബാജി മഹാരാജാവിൻ്റെ ടൈറ്റിൽ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ വിക്കി കൗശലാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്നാ പടമാടവേ, കിടിലം പടം എന്ന് പറഞ്ഞാൽ കിടിലം പടം. നമ്മുടെ എന്താ പറയുക, ഒരു ഹിസ്റ്റോറിക്കൽ സിനിമ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണ് ചാവ നമുക്ക് നൽകുന്നത്. 2 മണിക്കൂറും 41 മിനിറ്റും നമ്മൾ എന്തു പറയാം, നമ്മൾ ഉദ്യോഗജനക അങ്ങനെ ഒരു വേർഡുണ്ടല്ലോ, നമ്മുടെ മുൾമുനയിൽ നിർത്തുക എന്നൊക്കെ പറയുക, അത് തന്നെ സംഭവം. ഈ സിനിമയുടെ ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചാൽ ലക്ഷ്മൺ ഉദ്ദേക്കറാണ്. അതിൻ്റെ റൈറ്റർ രശ്മൺ ഉദ്ദേക്കർ, ഋഷി വിർമാണി, കസ്തുബ് സവർക്കർ ഇവരെല്ലാവരുമാണ്. അതുപോലെ തന്നെ ഇതിനകത്തെ പ്രധാന കഥാപാത്രങ്ങളായ ഛത്രപതി ശിവജി മഹാരാജാവിൻ്റെ മകനായ ഛത്രപതി സാംബാജി മഹാരാജിനെ അവതരിപ്പിച്ചത് വിക്കി കൗശലാണ്. പിന്നെ നമ്മുടെ ക്രൂവൽ ആയിട്ടുള്ള വാരിയറായിട്ടുള്ള ഔറംഗസേബിനെ അവതരിപ്പിക്കുന്ന അക്ഷയ് ഖന്നയാണ്. അതുപോലെ തന്നെ രശ്മിക മന്ദനയാണ് ഛത്രപതി സാംബാജി മഹാരാജാവിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് കേട്ടോ. അത് എന്താ പറയുക, ഇത് കിടിലം എന്ന് പറഞ്ഞാൽ അന്യായ സംഭവമാണ് കേട്ടോ. ഞാൻ ഈ സത്യം പറഞ്ഞാൽ എൻ്റെ നമ്മുടെ ഇവിടെ ഈ സിനിമ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്ത ഡിസ്ട്രിക്റ്റിൽ പോയാണ് ഞാൻ ഈ സിനിമ കണ്ടത്. അതായത് അത്രയ്ക്ക് എന്താ പറയുക, അത്രയ്ക്ക് ഈ സിനിമയെ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എല്ലാവരും ഒന്ന് അറിഞ്ഞ് എങ്ങനെയെങ്കിലും ഇത് കാണണം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓസ്കാർ വിന്നറായിട്ടുള്ള AR റഹ്മാൻ സാറാണ്. എന്ത് കിടിലമായിട്ടാണ് അത്രയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാലിബർ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അതുപോലെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, സൗരഭ് ഗോസ്വാമിയാണ്. അതും അതിമനോഹരമാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കഥയെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ ഛത്രപതി ശിവജി മഹാരാജ് മരണപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം മറാഠ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനും അദ്ദേഹം മറാഠ സാമ്രാജ്യത്തെ മുന്നിൽ നിന്ന് നയിച്ച് മുന്നിലോട്ടെത്തിയ ഒരു മറാഠ സാമ്രാജ്യം അവരുടെ ലെഗസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സഹായിച്ച ഒരു വ്യക്തിയായിരുന്നു ഛത്രപതി ശിവജി മഹാരാജ്. അദ്ദേഹം മരണപ്പെട്ടപ്പോഴത്തേക്ക് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരണപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ആ ലെഗസി അതുപോലെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതുപോലെ നിൽക്കാൻ വേണ്ടിയിട്ട് ഛത്രപതി സാംബാജി മഹാരാജായ അദ്ദേഹത്തിൻ്റെ പുത്രൻ എങ്ങനെ അത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഏറ്റവും കിടിലമായിട്ടുള്ള മറ്റൊരു കാര്യം പറയുന്നത് എഡിറ്ററിനെ കുറിച്ചാണ്. മനീഷ് പ്രധാനാണ് ഇതിൻ്റെ എഡിറ്റർ. അപ്പം എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മുഗൾ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാരുണ്ട്. ആരൊക്കെയാണ്? ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്, അതുപോലെ ബഹദൂർ ഷാ രണ്ടാമൻ. ഇങ്ങനെയുള്ള ചക്രവർത്തിമാരിൽ നമ്മുടെ ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഛത്രപതി സാംബാജി മഹാരാജാവിൻ്റെ ആ കാലഘട്ടമാണ് കാണിക്കുന്നത്. അതായത് ശിവജി മരണപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം. മറാഠ സാമ്രാജ്യത്തെ റെഡിയാക്കണം. അതുപോലെ തന്നെ മറാഠ സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത ഔറംഗസേബുമായി തിരിച്ച് മറാഠ സാമ്രാജ്യത്തിൻ്റെ എംപയർ വീണ്ടെടുക്കണം, ഒരു സ്വരാജ്യം ക്രിയേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ഛത്രപതി സാംബാജി മഹാരാജാവിൻ്റെ ലക്ഷ്യമായി അതിനകത്ത് കാണുന്നത്. അപ്പം അത് കൈവരിക്കാനായിട്ട് ഛത്രപതി സാംബാജി മഹാരാജാവ്, അതായത് നമ്മുടെ ഛത്രപതി ശിവജി മഹാരാജാവിൻ്റെ ഷാഡോ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ആയിട്ടുള്ള ഛത്രപതി സാംബാജി മഹാരാജാവ് ട്രൈ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്.
പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വിക്കി കൗശലിൻ്റെ ആക്ടിങ് ബ്രഹ്മാണ്ഡം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഈ ഛത്രപതി സാംഭാജി മഹാരാജാവായി എന്താണ് ജീവിക്കുകയാണ്. ഛത്രപതി സാംഭാജി മഹാരാജാവായി അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫിസിക് ഞാൻ ഈ ഒരു ഇത് കണ്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹം 20 കിലോയോളം അദ്ദേഹം കൂട്ടിയിട്ടുണ്ട് ഛത്രപതി സാംഭാജി മഹാരാജാവാകാൻ. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഇതാണ് അക്ഷയ് ഖന്നയുടെ റോൾ. അക്ഷയ് ഖന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔറംഗസേബ് എന്തു പറയുന്ന വാർദ്ധക്യത്തിലോട്ട് പോയ നരച്ച മുടിയുള്ള ഒരു റൂളർ, ഒരു എംപററാണ് ഔറംഗസേബ്. അതായത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ അധികായനാണ് ഔറംഗസേബ്. അപ്പോൾ ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റും എങ്ങനെ ഛത്രപതി സാംഭാജി മഹാരാജാവിന് മഹാരാജാവിന് തൻ്റെ സ്വരാജ്യം എന്നുള്ള ലക്ഷ്യം കൈവരിക്കാം എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അത് വളരെ ഒരു സിനിമാറ്റിക്കായിട്ട് നമ്മളെ വളരെയധികം ഇതായിട്ട് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടുള്ള ഛത്രപതി സാംഭാജി മഹാരാജാവിൻ്റെ കൂടുള്ള അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായിട്ടുള്ള കുറേ അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരും മറ്റ് കൂട്ടുകാരനും എല്ലാവരെയും ആയിട്ട് കാണിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. രശ്മിക മന്ദനയ്ക്ക് ചെയ്യാനായിട്ട് കൂടുതലൊന്നുമില്ല. അതായത് രശ്മിക മന്ദന ചെയ്യുന്നത് ഛത്രപതി സാംഭാജി മഹാരാജാവായ വിക്കി കൗശൽ അഭിനയിച്ചിരിക്കുന്ന അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക, അത് ഭാര്യയായിട്ടാണ് അഭിനയിച്ചത്. അത് മാത്രമേ ഉള്ളത് അവരുടെ റോൾ. അവരത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു സീനുണ്ട് കേട്ടോ, അതായത് ഇവരുടെ ഒരു കൺഫ്രണ്ടേഷൻ, അതായത് ഔറംഗസേബിൻ്റെയും ഛത്രപതി സാംഭാജി മഹാരാജാവിൻ്റെയും ഒരു കൺഫ്രണ്ടേഷൻ അടിപൊളിയാണ്. ഈ അവസാനം ഇത് ഹിസ്റ്ററിയിൽ നമുക്ക് കൂടുതൽ ചേഞ്ച് വരുത്താനൊന്നും ഒക്കത്തില്ലല്ലോ. ഹിസ്റ്ററി എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് അവരിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതായത് കുറേ എക്സാഗ്രേഷൻ ഉണ്ടെങ്കിൽ പോലും ഛത്രപതി സാംഭാജി മഹാരാജാവ്, അതായത് വിക്കി കൗശലിൻ്റെ കഥാപാത്രം ഔറംഗസേബിനെ തോൽപ്പിക്കുന്നതായിട്ട് കാണിക്കാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ട്. ആ കോൺഫ്രണ്ടേഷനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഛത്രപതി സാംഭാജി മഹാരാജാവായിട്ട് വിക്കി കൗശൽ തകർത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അക്ഷയ് ഖന്ന തകർത്തിരിക്കുകയാണ്. ചുമ്മാതല്ല ഈ ബോക്സ് ഓഫീസ് പെർഫോമൻസ് ഇത്രയും ഇതായിട്ടുള്ളത്. നോർത്തിലൊക്കെ ഈ സിനിമ ഛാവ എന്ന് പറഞ്ഞ സിനിമ വളരെയധികം ഹിറ്റായിട്ടുണ്ട്. അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, അത്രയ്ക്ക് കിടിലമാണ്. മറാഠയിൽ, അതായത് മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ സിനിമയാണ് ഈ ഛാവ ഇപ്പം വന്നിരിക്കുന്നത്. മലയാളി ആയ നിങ്ങൾ ഇത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നഷ്ടമാകുന്നത്. അപ്പം ഓക്കെ, ഇത് കാണുക, നിങ്ങൾ എൻജോയ് ചെയ്യും. നിങ്ങൾ ഒരു കാരണവശാലും ഇത് നിരാശരാവില്ല. ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ഛാവ എന്ന് പറഞ്ഞ പടം. അപ്പം ദയവായി വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോളോ ഫോർ മോർ കണ്ടന്റ്. സെറ്റ് ബാക്ക്.